32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം 16 ഭാഗങ്ങളായി മുറിച്ചാൽ അവയുടെ എല്ലാത്തിൻ്റെയും ചുറ്റളവിൻ്റെ തുകയെന്ത്? എല്ലാ ചെറിയ സമചതുരങ്ങളുടെയും ചുറ്റളവിൻ്റെ തുകയെന്ത്? ഇവിടെ നമ്മൾ വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് 32ആണ്. ഇതിനെ നമ്മൾ 16 ഭാഗങ്ങളായിട്ടാണ് മുറിക്കുന്നത്. എങ്കിൽ 16 ചെറിയ സമചതുരങ്ങളായിട്ടാണ് മുറിക്കുന്നത് എങ്കിൽ ഒരു ചെറിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ചെറിയ സമചതുരങ്ങളുടെ എണ്ണത്തിൻ്റെ റൂട്ട് എടുക്കുക. 16ൻ്റെ റൂട്ട് എത്രയാണ്? 4ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് 32നെ 4 കൊണ്ട്, ഈ 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 32/4 8 സെൻറ്റിമീറ്റർ ആയിരിക്കും ചെറിയ സമചതുരത്തിൻ്റെ ചുറ്റളവ്. ഓക്കെ. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ചെറിയ സമചതുരത്തിൻ്റെ ചുറ്റളവല്ല, എല്ലാ സമചതുരങ്ങളുടെയും ചുറ്റളവിൻ്റെ തുകയെന്ത് എന്നാണ്. സോ ഒരു ചെറിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് 8, അങ്ങനെ 16 ചെറിയ സമചതുരങ്ങളുണ്ട്. സോ 8 × 16 128 സെൻറ്റിമീറ്റർ ആണ് ഇവയുടെ തുക. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ മേൽ വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? ഇതാണ് ചോദ്യം. ഇവിടെ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്. ഈ സമചതുരത്തിൻ്റെ വിസ്തീർണം 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റെ വശം എ ആണെങ്കിൽ a² = 16 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വികർണത്തിൻ്റെ മേൽ വരച്ചിരിക്കുന്ന, ഇതിൻ്റെ വികർണം ഇങ്ങനെയാണ്. ഇതിൻ്റെ വികർണത്തിൻ്റെ മേൽ വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരം എന്താണ്? ആ വികർണം വശമായിട്ട് വരുന്ന സമചതുരമാണ്. ഓക്കെ, ഇതാണ് വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന സമചതുരം. ഇതിൻ്റെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു സമചതുരത്തിൻ്റെ വശം എ ആണെങ്കിൽ അതിൻ്റെ വികർണം എത്രയാണ്? a√2 ആണ്. ഓക്കെ, സോ a√2 വശം ഉള്ള ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്രയായിരിക്കും? നമുക്കറിയാം, വിസ്തീർണം കണ്ടുപിടിക്കാൻ നമ്മൾ വശത്തിൻ്റെ സ്ക്വയറാണ് എടുക്കുക. ഇവിടെ വശം a√2 ആണ്. a√2 സ്ക്വയർ ഓർ a² √2ൻ്റെ സ്ക്വയർ എത്രയാണ്? × 2 ഓർ 2a² ആണ് ഇവിടെ വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം. അഥവാ നമ്മുടെ ഒറിജിനൽ സമചതുരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒറിജിനൽ സമചതുരത്തിൻ്റെ വിസ്തീർണം a² ആണ്. അതിൻ്റെ ഇരട്ടിയായിരിക്കും, അഥവാ 2a² ആയിരിക്കും അതിൻ്റെ വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം. 2 × a² എത്രയാണ്? 16. 32 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഉത്തരം. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം 200 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ആദ്യ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം 2a² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ ആദ്യത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണമാണ്. അത് a² ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2a² = 200 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ a² എത്രയാണ്? 200/2 100 സെൻറ്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെൻറ്റിമീറ്റർ. സോ ഉത്തരം a² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിനൽ സമചതുരത്തിൻ്റെ വിസ്തീർണം a² = 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം ഇരട്ടിപ്പിച്ചാൽ അതിൻ്റെ വിസ്തീർണം എത്ര മടങ്ങാവും? ഒരു സമചതുരത്തിൻ്റെ വശം a എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്രയാണ്? വിസ്തീർണം a² ആണ്. ഓക്കെ, ഇവിടെ ചോദ്യം ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം ഇരട്ടിപ്പിച്ചു, അഥവാ വശം 2a ആക്കിയാൽ
എയുടെ ഇരട്ടിയാണ് 2a. 2a ആക്കിയാൽ വിസ്തീർണം എന്താവും എന്നാണ് ചോദ്യം. വിസ്തീർണം കണ്ടുപിടിക്കാൻ നമ്മൾ വശത്തിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്, എ സ്ക്വയർ. സോ ഇവിടെ വശം 2a ആണ്. സോ 2a ദ ഹോൾ സ്ക്വയർ. 2a ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ 4 ആൻഡ് എ സ്ക്വയർ. 4a സ്ക്വയർ ആയി മാറും. അഥവാ നേരത്തെ വിസ്തീർണം എ സ്ക്വയർ ആണ്, ഇരട്ടിപ്പിക്കുമ്പോൾ വിസ്തീർണം 4a സ്ക്വയർ ആവും. അഥവാ 4 മടങ്ങാവും. ഓക്കെ, 4 മടങ്ങാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇത്രയൊന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഇവിടെ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഈ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ വശം ഇരട്ടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ 3 മടങ്ങാക്കുമ്പോൾ, അല്ലെങ്കിൽ 10 മടങ്ങാക്കുമ്പോൾ ഈ ഇക്വേഷനിലുള്ള അതേ പാറ്റേണിൽ തന്നെയാണ് വിസ്തീർണവും ഇരട്ടിക്കുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത്. ഇവിടെ ഇക്വേഷൻ ഏതാണ്? വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ ആണ്. ഇതാണ് നമുക്ക് വേണ്ടത്. വശം ഇരട്ടിപ്പിക്കുമ്പോൾ എത്ര മടങ്ങാവും വിസ്തീർണം? 2 സ്ക്വയർ ആവും. ഓക്കെ, ഇരട്ടി എന്നത് 2 ആണ്. നമ്മുടെ ഇക്വേഷനിൽ എ സ്ക്വയർ ആണുള്ളത്. സോ വിസ്തീർണം 2 സ്ക്വയർ മടങ്ങ് ആണ് ആവുക, അഥവാ 4 മടങ്ങ്. ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് വൃത്തം, ഗോളം ഇവയിലൊക്കെ ഈ സെയിം ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്കവിടെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷൻസ് നടത്താം. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റെ 3 മടങ്ങ് വശമുള്ള മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? ഇവിടെ സമചതുരത്തിൻ്റെ വിസ്തീർണം തന്നിട്ടുണ്ട്. വിസ്തീർണം 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ചോദ്യം ഇതാണ്, ഇതിൻ്റെ 3 മടങ്ങ് വശമുള്ള മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം. അഥവാ ഇത് തൊട്ടു മുമ്പത്തെ ചോദ്യത്തിന് സിമിലർ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. സോ ഇതിൻ്റെ 3 മടങ്ങ് വശമുള്ള മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം ഇതിൻ്റെ എത്ര മടങ്ങായിരിക്കും? വശം 3 മടങ്ങാവുമ്പോൾ വിസ്തീർണം എത്രയാവും? വിസ്തീർണം 3 സ്ക്വയർ മടങ്ങാവും, അഥവാ 9 മടങ്ങാവും. എവിടെ നിന്നാണ് ഈ 3 സ്ക്വയർ കിട്ടിയിരിക്കുന്നത്? വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ ആണ്, വശം സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ ഈ 3 സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. സോ വിസ്തീർണം 3 സ്ക്വയർ 9 മടങ്ങാവും. അഥവാ നേരത്തെയുള്ള വിസ്തീർണം 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ 9 മടങ്ങ്, 9 × 20 180 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ട് സമചതുരങ്ങളുടെ വശങ്ങൾ 2:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ അവയുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? വശങ്ങൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. സോ നമുക്കിവയെ ആദ്യത്തെ സമചതുരത്തിൻ്റെ വശത്തെ 2a എന്നും രണ്ടാമത്തെ സമചതുരത്തിൻ്റെ വശത്തെ 3a എന്നും അസ്യൂം ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളൊരു റേഷ്യോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അംശബന്ധവും ആൻഡ് അനുപാതവും എന്ന പോർഷൻ കാണുക. സോ വശങ്ങൾ 2a ആൻഡ് 3a ആയിട്ട് എടുക്കുക. അപ്പോൾ വിസ്തീർണം, ഇവയുടെ വിസ്തീർണം എന്താവും? വിസ്തീർണം 2a ദ ഹോൾ സ്ക്വയർ ആൻഡ് 3a ദ ഹോൾ സ്ക്വയർ. വിസ്തീർണം കണ്ടുപിടിക്കാൻ വശത്തിൻ്റെ സ്ക്വയറാണ് എടുക്കുക. സോ എത്രയാണ് 2a ദ ഹോൾ സ്ക്വയർ എന്നാൽ 4a സ്ക്വയർ ആൻഡ് 9a സ്ക്വയർ. ഇവയുടെ അംശബന്ധം എത്രയായിരിക്കും? 4a സ്ക്വയർ ഈസ് ടു 9a സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്ക് a സ്ക്വയർ കട്ട് ചെയ്യാം ഇതിൽ നിന്ന്, ബാക്കി 4:9. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിലും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. വശം 2:3 ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണത്തിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 2 സ്ക്വയർ അഥവാ 4:3 സ്ക്വയർ 9. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് സമചതുരങ്ങളുടെ വിസ്തീർണങ്ങൾ 9:16 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇവിടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടില്ല. ഈ രണ്ട് ടേംസ് നമുക്കറിയില്ല. പക്ഷെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. എത്രയാണ്?
16. നമ്മൾ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ് വശങ്ങളുടെ അംശബന്ധത്തെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വിസ്തീർണങ്ങളുടെ അംശബന്ധം ലഭിക്കുന്നത്. സോ വിസ്തീർണങ്ങളുടെ അംശബന്ധം തന്നു കഴിഞ്ഞ് വശങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? തിരിച്ച് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, വശത്തിൽ നിന്നും വിസ്തീർണത്തിലേക്ക് സ്ക്വയറാണ് എടുക്കുന്നതെങ്കിൽ വിസ്തീർണത്തിൽ നിന്നും വശത്തിലേക്ക് പോകാൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3:16ന്റെ സ്ക്വയർ റൂട്ട് 4. വശങ്ങളുടെ അംശബന്ധം 3:4 എന്നായിരിക്കും. ടേംസ് നമുക്കറിയില്ല.